എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന നേരത്തെ തന്നെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പിഴ ഇട്ടിരുന്നുവെന്ന് സൂചന. AKG സെന്ററിൽ രജിസ്ട്രാർഡ് ഓഫീസ് തുടങ്ങിയതായി ബന്ധപ്പെട്ട പരാതിയിലായിരുന്നു ഇത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് 2021 പരാതി കിട്ടിയത്. ഇത് ROCക്ക് കൈമാറി. വീണയോട് വിശദീകരണം ചോദിച്ചു. വിശദീകരണം തൃപ്തികരമല്ലാത്തതിനാൽ നടപടിയെടുത്തു. ആദ്യം 1 ലക്ഷം രൂപ കമ്പനിക്ക് പിഴയിട്ടെങ്കിലും പിന്നീട് 20,000 രൂപയാക്കി കുറച്ചു. ഇതിന്റെ ഭാഗമായി വീണയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷമാണ് കമ്പനി മരവിപ്പിക്കാൻ വീണ അപേക്ഷ നൽകിയത്. ആ അപേക്ഷയിലും നിറയെ പ്രശ്നമായിരുന്നു. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട പരാതികൾ ഏറെ നാളായി ഉയരുന്നു. അത് കുരുക്കായി മാറുമെന്ന് ROCയുടെ AKG സെന്ററുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ തന്നെ വീണയ്ക്ക് മനസ്സിലായി. ഈ സാഹചര്യത്തിലായിരുന്നു കമ്പനി മരവിപ്പിക്കാൻ ശ്രമിച്ചത്. രേഖകളിൽ കൃത്രിമം കാണിച്ചതായാണ് ROC കണ്ടെത്തലിൽ പറയുന്നത്. എക്സാലോജി കമ്പനി മരവിപ്പിക്കാനായി നൽകിയ അപേക്ഷയിലും സത്യവാങ്മൂലത്തിലും തെറ്റായ വിവരങ്ങളാണുള്ളതെന്ന് ROC വ്യക്തമാക്കുന്നു. വീണയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് ബംഗളൂരു ROCയുടെ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണവും നിർണായകമാകും. വീണയുടെ കമ്പനിയായ എക്സാലോജിക് മരവിപ്പിച്ചത് പലതും മറച്ചുവെക്കാനാണെന്ന് നേരത്തെ തന്നെ വിവിധ കോണുകളിൽ നിന്ന് ആരോപണം ഉയർന്നിരുന്നു. എക്സാലോജിക്കിനും വീണ വിജയനും തിരിച്ചടിയായ ROC ബംഗളൂരുവിന്റെ റിപ്പോർട്ടിൽ മരവിപ്പിക്കലിലെ ക്രമക്കേടും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കമ്പനി മരവിപ്പിക്കൽ നടപടിക്കായി ROCക്ക് സമർപ്പിച്ച രേഖകളിൽ വീണ കൃത്രിമം കാട്ടിയെന്ന് റിപ്പോർട്ടിൽ ആരോപിക്കുന്നു. മരവിപ്പിക്കലിന് അപേക്ഷിക്കുവാനുള്ള മതിയായ യോഗ്യത വീണയുടെ കമ്പനിക്ക് ഉണ്ടായിരുന്നില്ല. 2 വർഷത്തിനിടയിൽ ഒരിടപാടും നടത്തിയിട്ടില്ലാത്ത കമ്പനികൾക്ക് മാത്രമാണ് മരവിപ്പിക്കൽ അപേക്ഷ നൽകാൻ കഴിയുക. ഇത് മറച്ചുവെച്ചാണ് 2022 കമ്പനി അപേക്ഷ സമർപ്പിച്ചത്. 2021 മെയ് മാസത്തിൽ കമ്പനി ഇടപാട് നടത്തിയതിന് രേഖയുണ്ടെന്ന് ROCയുടെ പരിശോധനയിൽ കണ്ടെത്തിയായിരുന്നു. ഇതിൽ നിന്നാണ് പിഴ ചുമത്തിയ ശേഷമാണ് മരവിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് വ്യക്തമാകുന്നത്. നിയമ നടപടി നേരിടുന്ന കാര്യം കമ്പനി മറച്ചുവെച്ചുവെന്നും കണ്ടെത്തലിൽ പറയുന്നു. തീർപ്പ് കൽപ്പിക്കാത്ത നിയമ നടപടികളോ നികുതി അടയ്ക്കാനുണ്ടെങ്കിലോ മരവിപ്പിക്കലിന് അപേക്ഷിക്കാൻ കഴിയില്ല. ഇത് പാലിക്കാനായി നിയമ നടപടികളില്ലെന്നും നികുതി ബാക്കിയില്ലെന്നുമാണ് എക്സാലോജിക്ക് നൽകിയ രേഖയിൽ പറയുന്നത്. എന്നാൽ 2021 കമ്പനീസ് ആക്ട് പ്രകാരം ഡയറക്ടർക്ക് അടക്കം നോട്ടീസ് ലഭിച്ചത് എക്സാലോജിക്ക് മറച്ചുവെച്ചുവെന്നാണ് ROC പറയുന്നത്. ആദായ നികുതിയായി 42,38,038 രൂപയും അതിന്റെ പലിശയും എക്സാലോജിക്ക് അടയ്ക്കാൻ ബാക്കിയുണ്ടായിരുന്നു. ഇതെല്ലാം മറച്ചുവെച്ചാണ് എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുവെന്നുള്ള തെറ്റായ സാക്ഷ്യപത്രങ്ങൾ വീണയും എക്സാലോജിക്കും ഹാജരാക്കിയത്. ഇതെല്ലാം ഇനി തിരിച്ചടിയായി മാറും. സാങ്കേതികവിദ്യയുടെ പുരോഗതിക്കൊപ്പം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ വളരുന്നത് രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് വെല്ലുവിളിയാണെന്നും എക്സാലോജി സൊല്യൂഷൻസിനെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം തുടരുന്നതിൽ തെറ്റില്ല എന്നും കർണാടക ഹൈക്കോടതി വിലയിരുത്തിയിരുന്നു. ജസ്റ്റിസ് M. നാഗപ്രസന്നയുടെ ബെഞ്ച് വെള്ളിയാഴ്ച പുറപ്പെടുവിച്ച വിധിയുടെ പകർപ്പ് ഇന്നലെയാണ് പുറത്തുവന്നത്. ഇടപാടുകളുടെ സങ്കീർണമായ സ്വഭാവം, അതിൽ ഉൾപ്പെട്ട വ്യക്തികളുടെ പങ്ക് തുടങ്ങിയവ കണ്ടെത്താൻ SFIO അന്വേഷണം ഉചിതമെന്ന വിധിയിൽ പറയുന്നു.